അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഫുൾ മഴയാണ് പെയ്യണേ. എന്താന്ന് മഴ പെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ നോർമലി ഒരു ട്രെയിനാണ് ഡിസൽഡോഫിലേക്ക് ഓടാറുള്ളത്. ആ ട്രെയിനിന് ഒരു പ്രത്യേകതര കളറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ള ട്രെയിൻ മാറിയിട്ട് R10 ഡിസൽഡോഫിലേക്കുള്ള ട്രെയിന് ഇങ്ങനൊരു ട്രെയിനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്, എന്താണെന്നറിയില്ല. ഭയങ്കര സൗണ്ട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ. ആൻഡ് ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാഗത്തൊക്കെ ആദ്യമായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. മാനുവൽ ഇത് കാണുന്നുണ്ടെങ്കിൽ മാനുവൽ സിമർമാൻ ഹാപ്പി ബർത്ത്ഡേ. പിന്നെന്താ, ഇത് വെറൈറ്റി ട്രെയിനാണ്. ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യണേ. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയാണെന്ന് വിശ്വസിക്കണം. മഴ ചെയ്തുകൊണ്ട് റെയിൻ കോട്ടും അംബ്രല്ലാസുമായി നടക്കുന്ന കുറേ വ്യക്തികളെ കാണാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതിലാണ് കയറാൻ പോവാണ് ഞാനും എൻ്റെ സുഹൃത്തും ഡിസൽഡോഫ് അല്ലേ. സോ ഇതാണ് നിങ്ങളുടെ പുതിയ ട്രെയിൻ. പുതിയ ട്രെയിനില്ല, പഴയ ട്രെയിൻ. കുറേ ആൾക്കാരിൽ സ്റ്റെപ്പിലൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് കയറണം. ഇവിടെ ഡോറുണ്ട്. ഡോറിങ്ങനെ തുറന്നാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും. അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. നല്ലൊരു യാത്രയാണ്. യാത്രയിൽ നിങ്ങൾക്ക് വിൻഡ് മില്ലൊക്കെ കാണാൻ പറ്റി. അങ്ങനെ പുള്ളിക്കാരൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇരിക്കണു. ഞാൻ പ്രത്യേകിച്ച് കിരാട്ടിന്നുള്ളത് ഞാൻ അവിടെ വെറുതെ ഇരിക്കണം. അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ നമ്മളെ വിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ എന്താണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ അറിയാണ്ട് സ്ലോ മോഷൻ്റെ ഇതിൽ പോയി. അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ഇനി മെല്ലെ സ്ലോ മോഷനാവും. ഞാൻ പറയുന്നതൊന്നും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെൻ്റെ അവസാനത്തെ സംസാരമാണ്. ബൈ ബൈ, ഹാപ്പി വീക്കെൻഡ്.